ശ്രീ സ്റ്റാലിൻ ദേവൻ, നേരത്തെ രാംകുമാർ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു നേരം പോക്കിന് വേണ്ടി വെച്ച ജുഡീഷ്യൽ കമ്മീഷൻ അല്ലേ, മാത്രമല്ല ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ജുഡീഷ്യൽ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തത്. മുനമ്പം വിഷയം കത്തി നിന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന് തൽക്കാലം തടി തപ്പണം, അല്ലെങ്കിൽ മുഖം രക്ഷിക്കണം. ആരോപണ ശരങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കുതറി മാറണം. അതിന് ഒരു കമ്മീഷനെ വെക്കുന്നു എന്നതിനപ്പുറം എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് മുനമ്പത്തെ ജനങ്ങളോട് സർക്കാരിന് ഉണ്ടോ? അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇതിലുള്ള ഈ നിയമത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് എങ്ങനെ മറികടക്കാം എന്നതിനെക്കുറിച്ച് കൂടിയാലോചിക്കേണ്ടതിന് പകരം ഒരു കമ്മീഷനെ വെച്ച് അത് എത്ര സമയം വേണമെങ്കിലും കമ്മീഷൻ്റെ കാലാവധി നീട്ടിക്കൊണ്ടുപോകാം അല്ലേ? അപ്പോൾ ആ രീതിയിൽ ഒന്നൊഴിഞ്ഞു മാറാൻ വേണ്ടി തൽക്കാലം ഞങ്ങളിതാ കമ്മീഷനെ വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ചുമതല തീർന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമല്ലേ കമ്മീഷൻ നിയമനം? അതിന്ന് ഹൈക്കോടതി അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മനസ്സിരുത്തിയല്ല കമ്മീഷനെ നിയോഗിച്ചത് എന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? 100% ശരിയല്ലേ? അത് 100% ശരിയാണ്. കാരണം നമ്മുടെ 140 MLA-മാരും കൂടി ചേർന്നിട്ട് ഈ വരാൻ പോകുന്ന വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ 140 പേരിൽ ഒരാൾക്കെങ്കിലും ഒരിക്കലെങ്കിലും ഈ വഖഫ് ആക്ട് വായിച്ചു നോക്കിയിരുന്നു എങ്കിൽ അവരൊരിക്കലും തന്നെ ഇങ്ങനെ ഒരു കമ്മീഷനെ നിയമിക്കില്ലായിരുന്നു. കാരണം ഒരു വസ്തു വഖഫാണോ അല്ലയോ എന്ന് ആദ്യമായിട്ട് തീരുമാനിക്കുന്നത് വഖഫ് ബോർഡാണ്. അത് വസ്തു ഏറ്റെടുക്കുമ്പോൾ എതിർകക്ഷികൾക്കൊരു നോട്ടീസ് പോലും കൊടുക്കണം എന്നില്ല. സൊസൈറ്റിയോ ട്രസ്റ്റോ ആണെങ്കിൽ മാത്രം നോട്ടീസും കൊടുത്താൽ മതി. അപ്പോൾ അതിനുശേഷം ആ ഡിസിഷനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത് വഖഫ് ട്രൈബ്യൂണലിൽ മാത്രമാണ്. ഈ ഒരു വിഷയം ഇന്നത്തെ ഈ വിധി കൊണ്ട് 1-2 ഉപയോഗങ്ങളുണ്ടായി. അതായത് ഈ വിഷയം, അതായത് ഈ കാര്യം വഖഫ് ട്രൈബ്യൂണലിന് മാത്രമേ ഇന്ത്യ മഹാരാജ്യത്ത് അതിലൊരു തീരുമാനമെടുക്കാൻ സാധിക്കൂ എന്ന് കഴിഞ്ഞ 10 മാസമായിട്ട് ഞാൻ മുനമ്പംകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ അത് കേൾക്കാൻ തയ്യാറായില്ല. അവർ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നും എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കാണാം എന്നുള്ള ധാരണയിലാണ് കഴിഞ്ഞ ഇത്രയും നാളുകൾ അവർ ഹൈക്കോടതിയിൽ പല റിട്ട് പെറ്റീഷനും കൊടുത്ത് ശ്രമിച്ചുകൊണ്ട് ഇരുന്നത്. രണ്ടാമതായിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ സമരം നടത്തിയത് കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. അതായത് സമരം നടത്തിയാൽ ഈ സംസ്ഥാന സർക്കാരിനോ ഇവൻ കേന്ദ്ര സർക്കാരിനോ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പരിഹാരവും തരാൻ വഖഫ് ആക്റ്റിലെ വ്യവസ്ഥകൾ സമ്മതിക്കുന്നില്ല. അഥവാ ഈ വഴി തെറ്റി അവർ എന്തെങ്കിലും പരിഹാരത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ കൺസേൺഡ് പാർട്ടി, അതായത് വഖഫ് സംരക്ഷണ വേദിയെ പോലെയുള്ള ആൾക്കാർ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ഇന്ന് സംഭവിച്ചതുപോലെ അതിന് തടസ്സം ഉണ്ടാക്കും. അപ്പോൾ ഈ മുനമ്പത്തെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരുപാട് കോടാനുകോടി പൈസ കെട്ടിക്കിടക്കുന്ന നമ്മുടെ ട്രഷറിയിൽ നിന്നും കുറേ ലക്ഷങ്ങൾ ചിലവാക്കി ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷനെ 1952 കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് പ്രകാരം ഒരു കമ്മീഷനായിട്ട് നിയമിച്ചത്. അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാകില്ല എന്ന് എനിക്കറിയാമായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു കൊച്ചു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ 2 ആഴ്ച മാർച്ച് 7-ാം തീയതി ഒരു വീഡിയോ ഇട്ടതിൻ്റെ തംബ്നെയിൽ മുനമ്പം കമ്മീഷൻ അറബിക്കടലിൽ എന്നായിരുന്നു. കാരണം ഈ സർക്കാർ ചെയ്തത് തികച്ചും വഖഫ് ആക്ടിൻ്റെ വെളിച്ചത്തിൽ തികച്ചും 100% നിയമവിരുദ്ധമായ ഒരു സംഗതിയാണ് ഈ കമ്മീഷൻ നിയമിച്ചുകൊണ്ട് അവർ ചെയ്തത്. പക്ഷേ ഇന്നത്തെ ഹൈക്കോടതി വിധി 100% ശരിയാണെങ്കിലും അതിൽ വലിയ ഒരു തെറ്റ് 16-ാമത്തെ ഖണ്ഡികയിൽ ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ചിന് പറ്റിയിരിക്കുകയാണ്. അതായത് സിംഗിൾ ബെഞ്ച് 16-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, 1967 പറവൂർ സബ് കോടതിയും അതിനെ തുടർന്ന് 1975 അതിന്മേലുള്ള അപ്പീലിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇതൊരു വഖഫായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് കൂടുതൽ പഠിച്ചപ്പോൾ ഈ വഖഫ് സംരക്ഷണ വേദി കൊടുത്ത ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സിലെ ഒരു ഭാഗം കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ ഈ വിഷയം ഞാൻ വളരെ ആധികാരികമായി പഠിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് പറയുകയാണ്. 1967 ഈ പറവൂർ സബ് കോടതിയുടെ വിധിയിലോ 1975 ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയിലോ ഇതൊരു വഖഫ് ആണെന്നുള്ള ഒരു പരാമർശം ഒരിടത്തും ഇല്ല എന്നുള്ളതാണ് സത്യം. അതായത് ഞാൻ ഇത് ഇരിക്കുന്നത് അതിൻ്റെ റിലവൻറ്റ് പോർഷനാണ്. 1967 പറവൂർ സബ് കോടതി 71 വിധി പറഞ്ഞത്. അതിൻ്റെ കോപ്പിയാണ് ഇതിരിക്കുന്നത്. നമുക്കിപ്പം രാംകുമാർ സാർ ഉള്ളതുകൊണ്ട് കൂടുതൽ ഇതേപ്പറ്റി പറയാൻ പറ്റും. അത് ജഡ്ജ്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ സ്യൂട്ട് ഈസ് ഫോർ ഇൻജങ്ഷൻ ആൻഡ് അതർ റിലീഫ്സ്. ഇതൊരു ഇൻജങ്ഷൻ സൂട്ടായിരുന്നു, അല്ലാതെ ഇത് വഖഫാണോ അല്ലയോ അല്ലെങ്കിൽ ഇത് ആരുടേതാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉദിച്ചിരുന്നില്ല. കാരണം ഫറൂഖ് കോളേജായിരുന്നു ഇതിലെ പ്ലെയിൻറ്റിഫ്സ്. അവർ പറഞ്ഞു കുറച്ച് പേര് ഞങ്ങളുടെ വസ്തുവിൽ അനധികൃതമായി കുടിയേറി ട്രസ്പാസ് ചെയ്തിരിക്കുന്നു, അവർക്ക് പെർമനൻ്റ് ഇൻജങ്ഷൻ തരണം എന്നുള്ളതായിരുന്നു ആ സ്യൂട്ടിലെ ആവശ്യം. അതിൽ പറവൂർ സബ് കോടതി പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ദ സ്യൂട്ട് ഈസ് മിയർലി ഫോർ ആൻ ഇൻജങ്ഷൻ ആൻഡ് ദ ക്വസ്റ്റ്യൻ ഓഫ് ടൈറ്റിൽ ഈസ് നോട്ട് ക്വൈറ്റ് റെലവൻറ്റ്. അതായത് ഇവിടെ ഇത് ആരുടേതാണ് എന്നുള്ളതിന് യാതൊരു പ്രാധാന്യവുമില്ല, കാരണം ഇതൊരു ഇൻജങ്ഷൻ സൂട്ട് മാത്രമാണ്. നോട്ട് ക്വൈറ്റ് റെലവൻറ്റ് ബട്ട് ഇൻസിഡൻ്റലി ഇറ്റ് അറൈസസ് ഫോർ കൺസിഡറേഷൻ ഇൻ ഡിറ്റർമിനിങ് ദ ഇഷ്യൂ ആസ് ടു പൊസഷൻ. നേരെ വായിക്കാൻ പോലും പറ്റത്തില്ല. എന്നാലും ഈ പൊസഷൻ കൈവശം ആരുടേതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്കതും കൂടി ഒന്ന് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ 17ാമത്തെ ഖണ്ഡികയുടെ അവസാനം കോടതി പറയുന്നു, therefore I am of the opinion that the plaintiffs has prima facie title to the 404 acres 76 lands described in the plains. അതായത് ഫറൂഖ് കോളേജിനാണ് ഉടമസ്ഥാവകാശം, അവരുടേതാണ് പൊസഷൻ. അപ്പോൾ വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഖഫിൻ്റെ ഓണർ ഈസ് അള്ളാഹ്, ഗോഡ്. അപ്പോൾ ഇത് ഇവിടെ വഖഫ്, അപ്പം ഇതിൻ്റെ ടൈറ്റിൽ അള്ളാഹ്ക്കാണെന്ന് പ്രത്യേകം പറയില്ല, വഖഫാണെന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കണമായിരുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫറൂഖ് കോളേജ് ഹാസ് ടൈറ്റിൽ എന്നാണ് പറഞ്ഞത്, നോട്ട് അള്ളാഹ്. ഈ ഒരു കാര്യമാണ് അന്ന് അപ്പീലിൽ ഹൈക്കോടതിയിലേക്ക് പോയത്. അപ്പോൾ ഹൈക്കോടതിയിൽ 1975 ഹൈക്കോടതിയിലുണ്ടായിരുന്നത് ജസ്റ്റിസ് ഭാസ്കരനും ജസ്റ്റിസ് ബാലഗംഗാധരൻ നായരും ആയിരുന്നു. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതിലൊരു അവിടുത്തെ മുൻപത്തെ ആൾക്കാരൊരു തർക്കം പറഞ്ഞിരുന്നു, ഈ സിദ്ദിഖ് സേട്ടു ഞങ്ങളെ കുറച്ച് വസ്തുവും കൂടി അനധികൃതമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രമാണത്തിൽ ചേർത്തു എന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറയുന്നു, വി ആർ ആൾസോ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് സിദ്ദിഖ് സേട്ട് ഹൂ വാണ്ടഡ് ടു മേക്ക് എ ജനറസ് ഗിഫ്റ്റ് ടു ദ കോളേജ് would not have thought of including any property which was not included in his title deed. എന്താണ്? ഫറൂഖ് കോളേജിന് ഒരു വലിയ ജനറസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ച സിദ്ദിഖ് സേട്ടു അദ്ദേഹത്തിന് അവകാശപ്പെടാത്ത വസ്തു അതിൽ ചേർക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അല്ലാതെ ഡിവിഷൻ ബെഞ്ച് ഇതൊരു വഖഫാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ഒരു നല്ല ജഡ്ജ്മെൻറ്റ്, നിയമപരമായ ഒരു ജഡ്ജ്മെൻ്റാണ് പറഞ്ഞത് എങ്കിലും 16ാമത്തെ ഖണ്ഡികയിൽ ബൈ മിസ്റ്റേക്ക് ആണോ എന്തെന്ന് എനിക്കറിയത്തില്ല, ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തുകൊണ്ടാണ് 104 ഏക്കറോളം ഭൂമി മുൻപത്തെ 104 ഏക്കറോളം ഭൂമി വഖഫാണെന്ന് കണ്ടെത്തിയതാണെന്നുള്ള പരാമർശമല്ലേ വന്നിരിക്കുന്നത്? അതെ, ഇത് വഖഫാണെന്ന് കണ്ടെത്തിയത് പരാമർശം ചെയ്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെ ദാറ്റ് ജഡ്ജ്മെൻറ്റ് ഈസ് ഗോയിങ് ടു സഫർ. ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് 1975 മഹാന്മാരായ 2 ജഡ്ജിമാരിരുന്ന് ഡിവിഷൻ ബെഞ്ചിലിരുന്ന് പറഞ്ഞ വിധിയാണ് സഫർ ചെയ്യുന്നത്. ആ ഒരു പരാമർശം 16ാമത്തെ ഖണ്ഡികയിലെ ഈ വസ്തുനിഷ്ഠം അല്ലാത്ത അല്ലെങ്കിൽ തെറ്റായ ഈ പരാമർശം ഇല്ലാതിരുന്നു എങ്കിൽ ഇന്നത്തെ ജഡ്ജ്മെൻറ്റിന് ഞാൻ 100ൽ 100 മാർക്ക് ഇടുകയുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജഡ്ജ്മെൻറ്റ് ഞാൻ ഇന്ന് 100ൽ 10 മാർക്ക് മാത്രമേ ഇടുന്നുള്ളൂ. ബിക്കോസ് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിനെ മിസ് ഇൻ്റർപ്രറ്റ് ഈ ജഡ്ജ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്.